ബന്ദികളുടെ മോചനത്തിനായി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യമായ നടപടികൾ എടുക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ വൈകുകയാണ്. പുതുക്കിയ വെടിനിർത്തൽ പദ്ധതി രേഖ അമേരിക്ക ഇസ്രയേലിന് നൽകാനിരിക്കെയാണ് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പിച്ചിരുന്നു. ഐസൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ബൈഡൻ വീണ്ടും സജീവമാകുന്നത്, പ്രതികരിക്കുന്നത് വിഷയങ്ങളിലൊക്കെയും. ഐസൻ, എന്താണ് ബൈഡൻ പറഞ്ഞത്? ഇസ്രായേൽ വിഷയത്തിൽ ബൈഡന്റെ ശക്തമായ നിലപാട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ ബന്ദികളെ, അതായത് അന്ന് ഒക്ടോബർ 7 ആക്രമണം നടന്നതിന് ശേഷം ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെയും അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വിദേശ പൗരന്മാരുടെയും മോചനത്തിനായുള്ള കാര്യക്ഷമമായ ഇടപെടൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നില്ല എന്ന രൂക്ഷമായ ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പദ്ധതി കൂടി, അതായത് അടുത്ത രീതിയിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്രമണമാണ് ഈ വിഷയത്തിൽ നടത്തേണ്ടതെന്ന് സംബന്ധിച്ചും അതുപോലെ തന്നെ നയതന്ത്ര നീക്കങ്ങൾ സംബന്ധിച്ചുമുള്ള പദ്ധതി തയ്യാറാക്കാനിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിലപാട് ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണിത്. കാരണം ഈ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ചില ചർച്ചകളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ അതിന് അനുകൂല നിലപാട് അമേരിക്ക സ്വീകരിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായി അമേരിക്ക പറയുമ്പോൾ അതിൽ കുറെയൊക്കെ ഗൗരവമേറിയ അന്താരാഷ്ട്ര വിഷയമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം കൂടുതൽ പരിശോധനാ വിധേയമാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാടിലൂടെ വ്യക്തമാകുന്നതും. ശരി ഐസൻ. കൃഷ്ണ.